ക്യാമ്പസുകളിൽ ലഹരിക്കെതിരെ ക്യാമ്പയിൻ തുടങ്ങാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ നേതൃത്വത്തിൽ ചേർന്ന വൈസ് ചാൻസലർമാരുടെ യോഗത്തിൽ തീരുമാനം. ക്യാമ്പയിന് ഗവർണർ തന്നെ നേതൃത്വം നൽകും. ലഹരി ഉപയോഗം പൂജ്യത്തിലെത്തിക്കുകയാണ് ലക്ഷ്യം. എല്ലാ മാസവും ഒരു ദിവസം കോളേജുകളിൽ ലഹരി വിരുദ്ധ പ്രചാരണം നടത്താനാണ് തീരുമാനം. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, എന്തൊക്കെ തീരുമാനങ്ങളുണ്ടായി ഈ യോഗത്തിൽ? ഉമേഷ്, ഉന്മേഷ്, ചാൻസലർ എന്ന പദവി ഉപയോഗിച്ച് ഗവർണർ നിർണായകമായ നീക്കത്തിലേക്ക് കിടക്കുകയാണ്. പ്രധാനമായി ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചാണ് ആദ്യമായി ഗവർണർ ഈ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ ആരംഭിക്കാൻ പോകുന്നത്. ഇന്ന് കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ ഗവർണർ യോഗം വിളിച്ചിരുന്നു. ഈ യോഗത്തിൽ ഇത്തരമൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. എല്ലാ ക്യാമ്പസുകളിലെയും ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനുകൾ അത് ഗവർണർ തന്നെ നേതൃത്വം നൽകും. എല്ലാ ക്യാമ്പസുകളിലും കൃത്യമായ ഇടവേള, കൃത്യമായ ഓരോ മാസം കൂടുന്തോറും ലഹരിക്കെതിരെയുള്ള പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കണം. ഒപ്പം ഈ ഓരോ കോളേജുകളിലെയും ലഹരി ഉപയോഗിക്കുന്നവരെ അതാത് കോളേജുകളിലെ പ്രിൻസിപ്പൽ, അധ്യാപകർ അടക്കമുള്ളവർ ട്രാക്ക് ചെയ്യണം. ആരൊക്കെയാണ് ലഹരി ഉപയോഗിക്കുന്നത്, അവരുടെ ജീവിത നിലവാരം, അവരുടെ മറ്റ് സാഹചര്യങ്ങൾ എന്നിവ വിലയിരുത്തണം. ആവശ്യമുള്ളവർക്ക് ഡി അഡിക്ഷൻ സെന്ററിന്റെ സേവനം വേണമെങ്കിൽ അതിന് തയ്യാറാകണം. ഈ രീതിയിൽ സമഗ്രമായ ഒരു പ്ലാനിംഗ് ആണ് ഇന്നത്തെ യോഗത്തിൽ എടുത്തിരിക്കുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് ഈ പ്ലാനിംഗ് അവസാനിപ്പിക്കുകയല്ല ലക്ഷ്യമിടുന്നത്. ദീർഘകാല പ്ലാനിംഗ് എന്ന നിലയിൽ വലിയ ഒരു ക്യാമ്പയിനാണ് ഗവർണർ ഉദ്ദേശിക്കുന്നത്. ഏതായാലും സർക്കാരിന്റെ പിന്തുണയും ഇതിനുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം ഡിജിപിയോട് ലഹരി സംബന്ധിച്ചുള്ള റിപ്പോർട്ടും ഗവർണർ തേടിയിരുന്നു. ഉന്മേഷ് ബാലകൃഷ്ണനാണ് ഈ യോഗത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്.